ഹായ് ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഡെയിലി കറണ്ട് അഫേഴ്സ് സീരീസിലേക്ക്, നമ്മുടെ കറണ്ട് അഫേഴ്സ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും ഓണമൊക്കെ നല്ല അടിപൊളിയായിട്ട് തകർത്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഓണമൊക്കെ അടിപൊളിയായിട്ട് പോയി, ഓണം മൂടൊക്കെ പോയി നമ്മൾ ദേ വീണ്ടും നമ്മുടെ ട്രാക്കിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. പഠനം മൂഡിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ ഓണം ഇങ്ങനെയൊക്കെ പോയെങ്കിലും അടുത്ത വർഷം നിങ്ങൾ എന്താണ് ജോലി കിട്ടി ഇതിലും നല്ലതായിട്ട് ഓണം ആഘോഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പഠിത്തത്തിന്റെ ട്രാക്കിലേക്ക് വരണം. നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് സീരീസ് ഇതേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓണത്തിന്റെ ആഘോഷങ്ങളെയൊക്കെ മാറ്റി നിർത്തി ഇനി നമ്മൾ പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇനി ഒരുപാട് നോട്ടിഫിക്കേഷൻ വരാനിരിപ്പുണ്ട്. ഒരുപാട് നോട്ടിഫിക്കേഷൻസും നമ്മുടെ പ്രതീക്ഷകളും അവസരങ്ങളും ഒക്കെ നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അതുകൊണ്ട് ആഘോഷങ്ങളെ മാറ്റി വെച്ച് ദേ നമ്മൾ വീണ്ടും പഠനം മൂഡിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. കറണ്ട് അഫേഴ്സിന്റെ സെക്ഷൻ, ആദ്യത്തെ സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ആദ്യത്തെ സെക്ഷൻ നമ്മുടെ എന്താണ് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കുറച്ചധികം MCQ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ആൻസർ ഞാൻ പറയാം. ക്വസ്റ്റ്യൻ കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്കുക. അവസാനം വരെ ക്ലാസ്സും കാണുക കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമായ സായിരംഗ് റെയിൽവേ കോംബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് റെയിൽവേ ആണ്? സായിരംഗ് റെയിൽവേ ആണ് കേട്ടോ. സായിരംഗ് റെയിൽവേ ആണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള രണ്ടാമത്തെ റെയിൽവേ പാലമാണ് ഏതെന്ന് പറയുന്നത്? സായിരംഗ് എന്ന് പറയുന്നത്. ഇത് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എവിടെയായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? സായിരംഗ് സ്ഥിതി ചെയ്യുന്നത്, സായിലെ സായു എടുക്കാം, റെയിൽവേയുടെ റായു എടുക്കാം അല്ലെ. സായിരംഗ് എവിടെയാണ്? മിസോറാമിലാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സായിരംഗ് എവിടെയാണെന്ന് ചോദിച്ചാൽ സായിരംഗ് റെയിൽവേ ബ്രിഡ്ജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് മിസോറാമിലാണ് കേട്ടോ. മിസോറാമിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് രാജ്യമായിരിക്കും? ഈ പന്നീനെയും പാറ്റേനെയും പുഴുവിനെയും ഒക്കെ തിന്നുന്ന ഒരു രാജ്യം ഉണ്ടല്ലോ. ഏത് രാജ്യമായിരിക്കും? ഓഫ് കോഴ്സ് നമുക്കറിയാം, ചൈന ആയിരിക്കും അല്ലെ. ചൈന ആയിരിക്കും ഇമാതിരി പരിപാടികളൊക്കെ കാണിക്കുന്നത്. അപ്പൊ മനുഷ്യനിൽ പന്നിയുടെ ശ്വാസകോശം ആദ്യമായി വിജയകരമായി വെച്ചുപിടിപ്പിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ചൈനയാണ് കേട്ടോ. ചൈനയാണ് ഈ വക പരിപാടിയൊക്കെ ഒപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അത് ചൈനയാണെന്ന് ഓർത്തു വെച്ചേക്കാം. അടുത്തതിലേക്ക് നമ്മൾ വന്നു. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ 32-ബിറ്റ് മൈക്രോ പ്രോസസറിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ 32-ബിറ്റ് മൈക്രോ പ്രോസസറിന്റെ പേരെന്താണ്? 32-ബിറ്റ് മൈക്രോ പ്രോസസറിന്റെ പേരെന്ന് പറയുന്നത് എന്തായിരിക്കും? വിക്രം 32 എന്ന് പറയുന്നതാണ്. എന്താണ്? വിക്രം 32 എന്ന് പറയുന്നതാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓർത്തു വെച്ചേക്കണം കേട്ടോ. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ 32-ബിറ്റ് മൈക്രോ പ്രോസസറിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ അത് എന്താണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. വിക്രം 32 ആണെന്ന് ഓർത്തു വെച്ചേക്കാം. മറന്നുപോകരുത്, ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരികയാണ്. 16-ാം നൂറ്റാണ്ടിൽ ഒരു സിൽക്ക് തുണിത്തരമായ വൃന്ദാവനി വസ്ത്രം പ്രധാനമായും ഏത് ദേവന്റെ ബാല്യകാല കഥയും ദിവ്യ വിനോദവുമാണ് ചിത്രീകരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? 16-ാം നൂറ്റാണ്ടിലെ ഒരു സിൽക്ക് തുണിത്തരമായ വൃന്ദാവനി വസ്ത്രം പ്രധാനമായും ഏത് ദേവന്റെ ബാല്യകാല കഥകളും ദിവ്യ വിനോദവുമാണ് ചിത്രീകരിക്കുന്നത്. ഏത് ദേവന്റെ ആയിരിക്കും? വൃന്ദാവനി വസ്ത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏത് ദേവനായിരിക്കും മനസ്സിലേക്ക് ഓടിയെത്തുന്നത്? വൃന്ദാവനം. വൃന്ദാവനത്തില് രാസലീലകളൊക്കെ ആയിട്ട് നടന്നിരുന്നത് ആരായിരുന്നു? നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അല്ലെ. ശ്രീകൃഷ്ണനാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണന്റെയാണ്. 16-ാം നൂറ്റാണ്ടിൽ ഒരു സിൽക്ക് തുണിത്തരമായ വൃന്ദാവനി വസ്ത്രം പ്രധാനമായും ഏത് ദേവന്റെ ബാല്യകാല കഥയും ദിവ്യ വിനോദവുമാണ് ചിത്രീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏത് ദേവന്റെയാണ്? അത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെയാണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം കേട്ടോ. അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. സ്വർണമുഖി നദി
പുനർജീവിപ്പിക്കുന്നതിനായി തിരുപ്പതി അതോറിറ്റി ആരംഭിച്ച നഗരവികസന ബൃഹത്തായ പദ്ധതിയുടെ പേരെന്താണ്? സ്വർണമുഖി നദിയെ പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തിരുപ്പതി അതോറിറ്റിയാണ് ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നദിയുടെ പേരെന്താണ്? സ്വർണമുഖി നദി എന്നാണ്. അപ്പൊ ഓപ്പറേഷന്റെ പേരെന്തായിരിക്കും? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സ്വർണമുഖി നദിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഓപ്പറേഷന്റെ പേരെന്താണ്? ഓപ്പറേഷൻ സ്വർണം എന്ന് പറയുന്നതാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. പേരെന്ന് പറയുന്നത് ഓപ്പറേഷൻ സ്വർണം എന്ന് പറയുന്നതാണ്. നദിയുടെ പേരെന്താണ്? സ്വർണമുഖി നദിയാണ്. അപ്പൊ ഓപ്പറേഷൻ എന്തായിരിക്കും? സ്വർണം. ഓപ്പറേഷൻ സ്വർണം എന്ന് പറയുന്നതാണ് നമ്മുടെ ഓപ്പറേഷന്റെ പേരെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. ടൈഫോൺ മിസൈൽ സംവിധാനം വികസിപ്പിച്ച രാജ്യം ഏതാണ്? ടൈഫോൺ മിസൈൽ സംവിധാനം വികസിപ്പിച്ച രാജ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് രാജ്യമാണ് ടൈഫോൺ മിസൈൽ സംവിധാനം വികസിപ്പിച്ച രാജ്യം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് രാജ്യമായിരിക്കും ടൈഫോൺ മിസൈൽ വികസിപ്പിച്ചത്? അത് യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റ് ആണ് ടൈഫോൺ മിസൈൽ സംവിധാനം വികസിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത്. ഏത് രാജ്യമാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ് ആണെന്ന് ഓർത്തു വെച്ചേക്ക. ടൈഫോൺ മിസൈൽ വികസിപ്പിച്ച രാജ്യം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ MCQ ടൈപ്പ് സീരീസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ഉഷാറായിട്ട് കുറച്ചധികം ക്വസ്റ്റ്യൻസ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പഠിച്ചു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ അടുത്ത സെക്ഷൻ എന്താണ്? അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ഫാക്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ഫാക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കുക, ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇലോൺ മസ്കിനെ പറ്റിയുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇലോൺ മസ്ക് ശതകോടീശ്വരന്മാരിൽ ഒരാളാണ് ഇലോൺ മസ്ക് എന്ന് പറയുന്നത്. ലോകത്തെ ആദ്യത്തെ ട്രില്യണർ ആകാൻ പോകുന്നത് ആരാണ്? ട്രില്യണർ ആകാൻ പോകുന്നത് ഇലോൺ മസ്ക് ആണ് അല്ലെ. ഇലോൺ മസ്ക് ആണ് ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ ആകാൻ പോകുന്നതെന്ന് ഓർത്ത് വെച്ചേക്കാം. ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ ആകാൻ പോകുന്നത് ആരാണ്? അത് ഇലോൺ മസ്ക് ആണ് കേട്ടോ. ഇലോൺ മസ്ക് ആണ് ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ ആകാൻ പോകുന്നത്. ലോക ചരിത്രത്തിൽ ആദ്യമായി $1,00,00,000 ഏകദേശം 88 ലക്ഷം കോടി രൂപ ആസ്തി കൈവരിക്കാൻ ആഗോള വാഹന കമ്പനിയായ ടെസ്ലയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇലോൺ മസ്കിന് അവസരം ഒരുങ്ങുകയാണ് അല്ലെ. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ട് $1,00,00,000 കോടി ആസ്തി കൈവരിക്കാനുള്ള ഒരു ആഗോള. അപ്പൊ ഇലോൺ മസ്കിന്റെ പുതിയ പ്രൊജക്റ്റിലൂടെ എന്താണ് ഇത്? ഈ ഒരു അവസരം ഒരുങ്ങുകയാണ് ഇലോൺ മസ്കിന്. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ ആകാൻ പോകുന്നത് ആരാണ്? അത് ഇലോൺ മസ്ക് ആണെന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇലോൺ മസ്ക് ആണ് ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ ആകാൻ പോകുന്നത്. അടുത്തതിലേക്ക് പോവാൻ നമുക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ ഉൽപാദക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? സൗരോർജ പ്ലാന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഓരോ സംസ്ഥാനത്തും സൗരോർജ നഗരമായിട്ടും അതുപോലെ തന്നെ സൗരോർജ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ടും സൗരോർജത്തിന്റെ ആവശ്യകത മുൻനിർത്തി ഓരോ പദ്ധതികളും കാര്യങ്ങളും ഇന്ത്യ മുന്നോട്ട് കൊണ്ടുവരുന്നത് നമ്മൾ ഓരോ കറണ്ട് അഫേഴ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലെ. ഓരോ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലും നമ്മൾ സൗരോർജ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ, ഇന്ത്യ എന്തൊക്കെ നേട്ടങ്ങളാണ് കൈവരിച്ചു വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ ഉൽപാദക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ നിലവിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 3ാം സ്ഥാനത്താണ് കേട്ടോ. ഇന്ത്യ ഉള്ളത് എത്രാം സ്ഥാനത്താണെന്ന് ചോദിച്ചാൽ എത്രാം സ്ഥാനത്താണ്? 3ാം സ്ഥാനത്താണ് ഇന്ത്യ ഉള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജപ്പാനെ മറികടന്നാണ് ഇന്ത്യ ഈ സ്ഥാനം നേടിയത്. ആരെ മറികടന്നാണ്? ജപ്പാനായിരുന്നു 3ാം സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. ഈ ജപ്പാനെ മറികടന്നിട്ടാണ് ഇന്ത്യ ഇപ്പോൾ എന്താണ് ഈ ഒരു 3ാം സ്ഥാനം നമ്മുടെ സൗരോർജവുമായിട്ട് ബന്ധപ്പെട്ട സൗരോർജ ഉൽപാദക രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിട്ട് മാറിയത്? 3ാം സ്ഥാനത്തായിട്ട് മാറിയത്. അപ്പൊ 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ആരാണെന്ന് നോക്കണം അല്ലെ. 1ാം സ്ഥാനത്ത് നമ്മുടെ ചൈനയും 2ാം സ്ഥാനത്ത് അമേരിക്കയുമാണ് അല്ലെ. 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ചൈനയും അമേരിക്കയുമാണ്. 1ാം സ്ഥാനത്ത് ചൈനയും 2ാം സ്ഥാനത്ത് അമേരിക്കയുമാണ്. 3ാം സ്ഥാനമാണ് ആർക്കെന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യക്കെന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ ഉൽപാദക രാജ്യമായി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിച്ചാൽ ഉൽപാദക രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം എത്രയായി? 3ാം സ്ഥാനത്തേക്കായി കേട്ടോ. ജപ്പാനെ മറികടന്നുകൊണ്ട് ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഓർത്തു വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ സൗരോർജ ശേഷി വികസിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ദേശീയ സൗരോർജ ദൗത്യം എന്ന് പറയുന്നത്. നാഷണൽ സോളാർ മിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ സൗരോർജ ശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള അത് ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സൗരോർജ ദൗത്യം അല്ലെങ്കിൽ നാഷണൽ സോളാർ മിഷൻ എന്ന് പറയുന്നത്. ദേശീയ സൗരോർജ ദൗത്യം. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ത്യ 3ാം സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത് അല്ലെ. ദേശീയ സൗരോർജ ദൗത്യം നാഷണൽ സോളാർ മിഷനെ കുറിച്ചും
ഓർത്തു വെച്ചേക്കുക. 1ഉം 2ഉം സ്ഥാനങ്ങളാണെന്ന്, 1ഉം 2 സ്ഥാനങ്ങളിൽ ആരൊക്കെയാണെന്നും ഏത് രാജ്യത്തെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യ 3ആം സ്ഥാനത്തേക്ക് എത്തിയെന്നും ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കരോട്ട മത്സരത്തിലെ ജേതാവ് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് മാക്സ് വെസ്റ്റപ്പൻ ആണ് കേട്ടോ. മാക്സ് വെസ്റ്റപ്പൻ ആണ് ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കരോട്ട മത്സരത്തിലെ ജേതാവ് എന്ന് പറയുന്നത്. ലാൻഡോ നോറിസിനെയും പോയിന്റ് പട്ടികയിൽ മുന്നിലുള്ള ഓസ്കാർ പിയാട്രിയെയും 2ഉം 3ഉം സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളിയാണ് വെസ്റ്റപ്പൻ സീസണിൽ 3ആം ജയം കുറിച്ചിട്ടുള്ളത്. അപ്പൊ ആരാണ് ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കരോട്ട മത്സരത്തിലെ ജേതാവ് എന്ന് പറയുന്നത്? മാക്സ് വെസ്റ്റപ്പൻ ആണെന്ന് ഓർത്തു വെച്ചേക്കുക. ലാൻഡോ നോറിസിനെയും പോയിന്റ് പട്ടികയിൽ മുന്നിലുള്ള ഓസ്കാർ പിയാട്രീസിനെയും 2ഉം 3ഉം സ്ഥാനങ്ങളിലേക്ക് മാറ്റിയാണ് നമ്മുടെ മാക്സ് വെസ്റ്റപ്പൻ എന്താണ് ഈ ഒരു മത്സരത്തില് ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കരോട്ട മത്സരത്തില് ജേതാവായിട്ടുള്ളത്. ഓർത്തു വെച്ചേക്കണം. ആരാണ് ജേതാവ്? മാക്സ് വെസ്റ്റപ്പൻ ആണ് കേട്ടോ. മാക്സ് വെസ്റ്റപ്പൻ ആണെന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ 2025 പുരുഷന്മാരുടെ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കളായ രാജ്യം ഏതാണ്? 2025 പുരുഷന്മാരുടെ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കളായ രാജ്യം എന്ന് പറയുന്നത് അത് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ് ജേതാക്കളായിട്ടുള്ളത്. ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ദക്ഷിണ കൊറിയയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ 2025 പുരുഷന്മാരുടെ ഏഷ്യ കപ്പ് ഹോക്കിയിലെ ജേതാക്കൾ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയാണ്. ആരെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ അത് ദക്ഷിണ കൊറിയയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ എത്രാമത്തെ കിരീടമാണ്? 4ആം കിരീടമാണ്. ഇന്ത്യയുടെ 4ആം കിരീടമാണ്. ഇതോടുകൂടി ഈ വിജയത്തോടുകൂടി 2026 ഹോക്കി ലോകകപ്പിലേക്ക് എന്താണ് ഇന്ത്യ യോഗ്യത നേടിയിരിക്കുകയാണെന്ന് കൂടി ഓർത്തു വെച്ചേക്കുക. അപ്പൊ 2025 പുരുഷന്മാരുടെ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കളായ രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. ദക്ഷിണ കൊറിയയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ 4ആം കിരീട നേട്ടമാണ്. ഇതോടുകൂടി ഈ വിജയത്തോടുകൂടി 2026 ഹോക്കി ലോകകപ്പിലേക്ക് ആര് യോഗ്യത നേടി? നമ്മുടെ ഇന്ത്യ യോഗ്യത നേടിയിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയാണ് എന്താണ് ഹോക്കി ഏഷ്യ കപ്പ് ഹോക്കി ജേതാവായ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ദക്ഷിണ കൊറിയയാണ്. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോവാൻ നമുക്ക്. ഡിജിറ്റൽ പരസ്യ രംഗത്ത് ആധിപത്യം ദുരുപയോഗം ചെയ്യുന്നതിന് ഗൂഗിളിന് $3.45 ബില്യൺ പിഴ ചുമത്തിയ സംഘടന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ക്വസ്റ്റ്യൻ? ഡിജിറ്റൽ പരസ്യ രംഗത്ത് ആധിപത്യം ദുരുപയോഗം ചെയ്തതിന് ഗൂഗിളിന് $3.45 ബില്യൺ പിഴ ചുമത്തിയ സംഘടന ഏതാണ്? അത് യൂറോപ്യൻ യൂണിയൻ ആണ് പിഴ ചുമത്തിയിട്ടുള്ളത്. ആർക്കാണ് പിഴ ചുമത്തിയത്? ഗൂഗിളിനാണ് പിഴ ചുമത്തിയത്. $3.45 ബില്യൺ ആണ് പിഴ ചുമത്തിയിട്ടുള്ളത്. വിപണി കുത്തക തടയുന്ന നിയമങ്ങളെ ആന്റി ട്രസ്റ്റ് നിയമങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ വിപണിയിലെ കുത്തക തടയുന്ന നിയമങ്ങളെ എന്താണ് നമ്മൾ വിളിക്കുന്നത്? ആന്റി ട്രസ്റ്റ് നിയമങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഗൂഗിൾ, ആപ്പിൾ പോലുള്ള വലിയ ടെക് കമ്പനികളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ യൂണിയൻ നടപ്പിലാക്കിയ നിയമമാണ് ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതുകൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. കൂടെ ചേർത്ത് ഗൂഗിൾ, ആപ്പിൾ പോലെയുള്ള വലിയ ടെക് കമ്പനികൾ ഉണ്ടല്ലോ, ഈ ടെക് കമ്പനികളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ യൂണിയൻ നടപ്പിലാക്കിയ ഒരു നിയമമാണ് ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റ് ആക്ട്സ് എന്ന് പറയുന്നത്? ഈ വലിയ ടെക് കമ്പനികൾ ഗൂഗിൾ അതുപോലെ തന്നെ ആപ്പിൾ പോലുള്ള ടെക് കമ്പനികളെ നിയന്ത്രിക്കാനുള്ള യൂറോപ്യൻ യൂണിയന്റെ ഒരു നിയമമാണ് ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡിജിറ്റൽ പരസ്യ രംഗത്ത് ആധിപത്യം ദുരുപയോഗം ചെയ്തതിന് ഗൂഗിളിന് $3.45 പിഴ ചുമത്തിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അത് യൂറോപ്യൻ യൂണിയൻ ആണെന്ന് ഓർത്തു വെച്ചേക്ക. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് 2025 വെന്നീസ് ചലച്ചിത്രമേളയിൽ മികച്ച സംവിധാനത്തിനുള്ള പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അത് അനുപർണ റോയി ആണ് കേട്ടോ. അനുപർണ റോയി ആണ് നേടിയിട്ടുള്ളത്. 2025 വെന്നീസ് ചലച്ചിത്രമേളയിലെ മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത്? അനുപർണ റോയി എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കണം, മറന്നു പോകരുത്. സോങ് ഓഫ് ഫോർഗോട്ടൻ ട്രീസ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധാനത്തിനാണ് പുരസ്കാരം നേടിയിട്ടുള്ളത്. ഏത് സിനിമയുടെ സംവിധാനത്തിനാണ്? സോങ്സ് ഓഫ് ഫോർഗോട്ടൻ ട്രീസ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധാനത്തിനാണ് നമ്മുടെ അനുപർണ റോയ്ക്ക് നമ്മുടെ എന്താണ് മികച്ച സംവിധായകയ്ക്കുള്ള ആദ്യമായ ഒരു ഇന്ത്യൻ വനിതയ്ക്ക് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. 2025 വെന്നീസ് ചലച്ചിത്രമേളയിലാണ് മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് ആരെന്ന് പറയുന്നത്? അത് അനുപർണ റോയി ആണെന്ന് ഓർത്തു വെച്ചേക്കണം. ഏത് സിനിമയുടെ സംവിധാനത്തിനാണെന്ന് ചോദിച്ചാൽ സോങ് ഓഫ് ഫോർഗോട്ടൻ ട്രീസ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധാനത്തിനാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ചലച്ചിത്രമേളയാണ്
വെന്നീസ് ചലച്ചിത്രമേള എന്ന് പറയുന്നത്? വെന്നീസ് ചലച്ചിത്രമേള എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ ചലച്ചിത്രമേളയാണെന്ന് ഓർത്തു വെച്ചേക്കുക. സിനിമയുടെ പുതിയ പ്രവണതകളെയും പരീക്ഷണങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന വെന്നീസ് മേളയിലെ വിഭാഗമാണ് ഓറിസോണ്ടി വിഭാഗം എന്ന് പറയുന്നത്. ഓറിസോണ്ടി വിഭാഗം എന്ന് പറയുന്നത് എന്താണ്? വെന്നീസ് മേളയിലെ ഒരു വിഭാഗമാണ് ഓറിസോണ്ടി വിഭാഗം എന്ന് പറയുന്നത്. സിനിമയിലെ പുതിയ പ്രവണതകളെയും പരീക്ഷണങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഓറിസോണ്ടി വിഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ വെന്നീസ് ചലച്ചിത്രമേളയിലെ ഒരു വിഭാഗമാണെന്ന് ഓർത്തു വെച്ചേക്കണം. അപ്പൊ നമ്മുടെ റിലേറ്റഡ് ഫാക്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് എന്താണ്? 2025 വെന്നീസ് ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതാരാണ്? അനുപർണ റോയി ആണ്. അനുപർണ റോയി ആണെന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിലെ ചാമ്പ്യന്മാരായത് ആരാണ്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് കേട്ടോ. ബ്ലൂ ടൈഗേഴ്സ് ആണ് കേരള ക്രിക്കറ്റ് ലീഗിലെ 2ാം സീസണിലെ ചാമ്പ്യന്മാരായിട്ടുള്ളത് ആരാണ്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. കൊല്ലം സെയിലേഴ്സിനെ 45 റൺസിൽ തോൽപ്പിച്ചാണ് സഞ്ജുവിന്റെ ചേട്ടനായിട്ടുള്ള സലി സാംസൺ നയിക്കുന്ന കൊച്ചി കപ്പടിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിക്കേ, കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം സീസണിലെ ചാമ്പ്യന്മാർ ആരാണ്? കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? കൊല്ലം സെയിലേഴ്സിനെ 75 റൺസിന് തോൽപ്പിച്ചാണ് സഞ്ജുവിന്റെ ചേട്ടനായിട്ടുള്ള, സഞ്ജു സാംസണിന്റെ ചേട്ടനായിട്ടുള്ള സലി സാംസൺ നയിക്കുന്ന കൊച്ചിയാണ് കപ്പടിച്ചിട്ടുള്ളത്. ഓർത്ത് വെച്ചേക്ക, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് കേട്ടോ. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന സെബലങ്കയാണ് അല്ലെ. ആര്യാന സെബലങ്കയാണ് 2025 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത്. അരീന സെബലങ്ക എവിടുത്തുകാരിയാണ്? ബെലാറസുകാരത്തിയായിട്ടുള്ളതാണ് അല്ലെ. നമ്മൾ US ഓപ്പൺ ഒക്കെ പഠിക്കുന്ന സമയത്ത് വനിതാ സിംഗിൾസിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള പേരാണ് ആര്യാന സെബലങ്ക എന്ന് പറയുന്നത്. 2025 എന്താണ് US ഓപ്പൺ വനിതാ സിംഗിൾസിൽ നമ്മുടെ അരീന സെബലങ്ക എന്താണ് വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോ ബെലാറസുകാരത്തിയാണ്. എവിടുത്തുകാരത്തിയാണെന്ന് ചോദിച്ചാൽ ബെലാറസ് താരമാണ് ആരെന്ന് പറയുന്നത്? അരീന സെബലങ്ക എന്ന് പറയുന്നത്. അടുത്തത് 2025 സെപ്റ്റംബറിൽ രാജിവെച്ച ജപ്പാൻ പ്രധാനമന്ത്രി ആരാണ്? അത് ഷിഗേരു ഇഷിബയാണെന്ന് ഓർത്ത് വെച്ചേക്ക. ഷിഗേരു ഇഷിബയാണ് 2025 സെപ്റ്റംബറിൽ രാജിവെച്ച ജപ്പാൻ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആരാണ്? ഷിഗേരു ഇഷിബയാണ്, മറന്നു പോകരുത്. അടുത്തതിലേക്ക് ലോക സാക്ഷരതാ ദിനം, ലോക ഫിസിയോതെറാപ്പി ദിനം, രണ്ടും എന്നാണ്? ഇന്നലെയായിരുന്നു, സെപ്റ്റംബർ 8-ാം തീയതിയാണ് അല്ലെ. ലോക സാക്ഷരതാ ദിനം, ലോക ഫിസിയോതെറാപ്പി ദിനം രണ്ടും എന്നാണ്? ഇന്നലെയായിരുന്നു, സെപ്റ്റംബർ 8-ാം തീയതിയാണെന്ന് ഓർത്തു വെച്ചേക്ക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകളുടെ ഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഓർത്തു വെച്ചേക്കണം. അങ്ങനെ നമ്മുടെ കറണ്ട് അഫേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മുടെ അടുത്ത സെക്ഷൻ എന്താണ്? ക്യുക്ക് റിവിഷനിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇപ്പൊ പഠിച്ച ഫാക്റ്റുകളെ നമ്മൾ ഒന്നുകൂടി ഓർത്തെടുക്കാൻ പോവാണ്. പിന്നെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് പിന്നെ മാറാത്ത രീതിയിൽ നമ്മൾ ഓർത്തെടുക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾ റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. ദേ നമുക്ക് നമ്മുടെ ക്യുക്ക് റിവിഷനിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് എന്തായിരുന്നു? ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ ആകാൻ പോകുന്നത് ആരാണെന്നാണ്. ആരാണ് അത്? ഇലോൺ മസ്ക് ആണ് അല്ലെ. ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ ആകാൻ പോകുന്നത് ആരാണ്? ഇലോൺ മസ്ക് ആണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി $1,00,00,000 88 ലക്ഷം കോടി രൂപ ആസ്തി കൈവരിക്കാനുള്ള ഒരു ആഗോള ആഗോള വാഹന കമ്പനിയായ ടെസ്ലയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇലോൺ മസ്കിന് അവസരം ഒരുങ്ങുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ട്രില്യണർ ആകാൻ പോകുന്നത് ആരാണ്? അത് ഇലോൺ മസ്ക് ആണെന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇലോൺ മസ്ക് ആണ് ട്രില്യണർ ആകാൻ പോകുന്നത്. അടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ ഉൽപാദക രാജ്യമായി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ സൗരോർജ്ജ ഉൽപാദക രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 3-ാം സ്ഥാനത്താണ് നിലവിൽ ഇന്ത്യയുള്ളത്. ജപ്പാനെ മറികടന്നുകൊണ്ട് 3-ാം സ്ഥാനത്ത് ആരുണ്ട്? ഇന്ത്യയുണ്ട്. 1ഉം 2ഉം സ്ഥാനങ്ങളിൽ ആരാണ്? 1-ാം സ്ഥാനത്ത് ചൈനയും 2-ാം സ്ഥാനത്ത് നമ്മുടെ അമേരിക്കയുമാണുള്ളത്. ഇന്ത്യയുടെ സൗരോർജ്ജ ശേഷി വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ദേശീയ സൗരോർജ്ജ ദൗത്യം എന്ന് പറയുന്നത്, നാഷണൽ സോളാർ മിഷൻ എന്ന് പറയുന്നത്. അതുകൂടി ഓർത്തു വെച്ചേക്കാം. അടുത്തത് ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കരോട്ട മത്സരത്തിലെ ജേതാവ് മാക്സ് വെസ്റ്റപ്പൻ ആണ് കേട്ടോ. ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കരോട്ട മത്സരത്തിലെ ജേതാവ് ആരാണ്? അത് ഗ്രാൻഡ് പ്രീ കരോട്ട മത്സരത്തിലെ ജേതാവ് മാക്സ് വെസ്റ്റപ്പൻ ആണ്. ലാൻഡോ നോറിസിനെയും പോയിന്റ് പട്ടികയിൽ 1-ാമതുള്ള ഓസ്കാർ പിയാസ്ട്രിയെയും 2ഉം 3ഉം സ്ഥാനങ്ങളിലേക്ക് പിന്തള്ളിക്കൊണ്ടാണ് മാക്സ് വെസ്റ്റപ്പൻ എന്താണ് സീസണിൽ 3-ാം ജയം കുറിച്ചിട്ടുള്ളത്. അപ്പൊ ഇറ്റാലിയൻ ഫോർമുല 1 ഗ്രാൻഡ് പ്രീ കരോട്ട മത്സരത്തിലെ ജേതാവ് എന്ന് പറയുന്നത് മാക്സ് വെസ്റ്റപ്പൻ ആണെന്ന് ഓർത്തു വെച്ചേക്ക. അടുത്തത് 2025 പുരുഷന്മാരുടെ ഏഷ്യ കപ്പ് ഹോക്കിയുടെ ജേതാക്കളായ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. 2025 പുരുഷന്മാരുടെ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കളായ രാജ്യം ആരാണ്? ഇന്ത്യ
ആരൊക്കെയാണ് ജേതാക്കളായിട്ടുള്ളത്? ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ദക്ഷിണ കൊറിയയാണ്. ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയുടെ 4ാം കിരീടമാണ്. ഇതോടുകൂടി എന്താണ്, ഈ വിജയത്തോടുകൂടി നമ്മുടെ ഹോക്കി ലോകകപ്പിൽ, ഈ ഒരു വിജയത്തോടുകൂടി ഹോക്കി ലോകകപ്പിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. 2026 ഹോക്കി ലോകകപ്പിലേക്ക് ഇന്ത്യ യോഗ്യത നേടിയിരിക്കുകയാണ്. അപ്പൊ 2025 പുരുഷന്മാരുടെ ഏഷ്യ കപ്പ് ഹോക്കി ജേതാക്കളായ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഫൈനലിൽ ദക്ഷിണ കൊറിയയാണ് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത്, ഡിജിറ്റൽ പരസ്യരംഗത്ത് ആധിപത്യം ദുരുപയോഗം ചെയ്തതിന് ഗൂഗിളിന് $3.45 ബില്യൺ പിഴ ചുമത്തിയ സംഘടന ഏതാണെന്നാണ്? അത് യൂറോപ്യൻ യൂണിയൻ ആണ് അല്ലെ. ഡിജിറ്റൽ പരസ്യരംഗത്ത് ആധിപത്യം ദുരുപയോഗം ചെയ്തതിന് ഗൂഗിളിന് എത്ര കോടിയാണ്? $3.45 ബില്യൺ ഡോളറാണ് പിഴ ചുമത്തിയ സംഘടന എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഗൂഗിൾ, ആപ്പിൾ പോലെയുള്ള വലിയ ടെക് കമ്പനികളെ നിയന്ത്രിക്കാൻ യൂറോപ്യൻ യൂണിയൻ നടപ്പിലാക്കിയ നിയമമാണ് ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റ്സ് ആക്ട് എന്നും മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. അടുത്തതിലേക്ക് വന്നാൽ 2025 വെന്നീസ് ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? അത് അനുപർണ റോയി ആണ്. അനുപർണ റോയി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ നമ്മുടെ എന്താണ്, ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ചലച്ചിത്രമേളയാണ് വെന്നീസ് ചലച്ചിത്രമേള എന്ന് പറയുന്നത്. അപ്പൊ ഈ വെന്നീസ് 2025 വെന്നീസ് ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണെന്നാണ്? അത് അനുപർണ റോയി ആണ്. സോങ് ഓഫ് ഫോർഗോട്ടൻ ട്രീസ് എന്ന് പറയുന്ന സിനിമയുടെ സംവിധാനത്തിനാണ് അനുപർണ റോയ്ക്ക് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സിനിമകളുടെ പുതിയ പ്രവണതയും പരീക്ഷണങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വെന്നീസ് ചലച്ചിത്രമേളയിലെ ഒരു വിഭാഗമാണ് ഓറിസോണ്ടി വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഓറിസോണ്ടി വിഭാഗത്തെ കുറിച്ചും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ ചലച്ചിത്രമേളയാണ് അല്ലെങ്കിൽ ചലച്ചിത്രമേളയാണ് ഏതെന്ന് പറയുന്നത് വെന്നീസ് ചലച്ചിത്രമേള എന്ന് കൂടി ഓർത്ത് വെച്ചേക്കുക. 2025 വെന്നീസ് ചലച്ചിത്രമേളയിൽ മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? അനുപർണ റോയി ആണ്. സിനിമ ഏതാണ്? സോങ് ഓഫ് ഫോർഗോട്ടൻ ട്രീസ് എന്ന് പറയുന്നതാണ് കേട്ടോ. സോങ് ഓഫ് ഫോർഗോട്ടൻ ട്രീസ് എന്ന് പറയുന്നതാണ്, ഓർത്തു വെച്ചേക്കാം. അടുത്തത്, കേരള ക്രിക്കറ്റ് ലീഗിലെ 2ാം സീസണിലെ ചാമ്പ്യന്മാരായത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ്. കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് കേരള ക്രിക്കറ്റ് ലീഗിലെ 2ാം സീസണിലെ ചാമ്പ്യന്മാരായത്. കൊല്ലം സീലേഴ്സിനെ 45 റൺസിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് സഞ്ജു സാംസന്റെ ചേട്ടനായിട്ടുള്ള സലി സാംസൺ നയിക്കുന്ന ടീമാണ് കൊച്ചിയിലെ കപ്പടിച്ചിട്ടുള്ളത്. കൊച്ചി കപ്പടിച്ചിട്ടുള്ളതെന്ന് ഓർത്ത് വെച്ചേക്കുക. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 2ാം സീസണിലെ ചാമ്പ്യന്മാരാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറയുന്നത്, ഓർത്ത് വെച്ചേക്കാം. ഇനി 2025 US ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയത് അരിയാന സെബലങ്കയാണ്. ബെലാറസ് താരമായിട്ടുള്ള വ്യക്തിയാണ് അരീന സെബലങ്ക എന്ന് പറയുന്നത്. 2025 US ഓപ്പൺ വനിതാ സിംഗിൾസിൽ കിരീടം നേടിയ വ്യക്തിയാണ് അരീന സെബലങ്ക. ഏത് രാജ്യത്തുള്ളതാണ്? ബെലാറസുകാരത്തിയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. 2025 സെപ്റ്റംബറിൽ രാജിവെച്ച ജപ്പാൻ പ്രധാനമന്ത്രിയാണ് ഷിഗേരു ഇഷിബ എന്ന് പറയുന്നത്. ആരാണ്? ഷിഗേരു ഇഷിബ എന്ന് പറയുന്നത്. 2025 സെപ്റ്റംബറിൽ രാജിവെച്ച ജപ്പാൻ പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? ഷിഗേരു ഇഷിബ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതിലേക്ക് വന്നു കഴിഞ്ഞാൽ ലോക സാക്ഷരതാ ദിനം, ലോക ഫിസിയോതെറാപ്പി ദിനം എന്നാണ്. ഇന്നലെയായിരുന്നു അല്ലെ, സെപ്റ്റംബർ 8-ാം തീയതിയാണ് ലോക സാക്ഷരതാ ദിനവും അതുപോലെ തന്നെ ലോക ഫിസിയോതെറാപ്പി ദിനവും. സെപ്റ്റംബർ 8 ഇന്നലെയായിരുന്നു, ഓർത്ത് വെച്ചേക്കാൻ മറന്നു പോകരുത്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. ഇനി അങ്ങനെ നമ്മുടെ കറണ്ട് അഫേഴ്സ് ഫാക്റ്റുകൾ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ രസകരമായിട്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ കറണ്ട് അഫേഴ്സ് ഫാക്റ്റുകളും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. കറണ്ട് അഫേഴ്സ് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, അതുപോലെ തന്നെ ഫാക്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു ചടങ്ങ് കൂടിയുണ്ട് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ്. അത് നോക്കിക്കേ. ഇസ്രയേലുമായി എല്ലാ ആയുധ വ്യാപാരങ്ങളും നിരോധിച്ച ആദ്യത്തെ യൂറോപ്യൻ യൂണിയനായ രാജ്യമായി മാറിയത് ഏത് രാജ്യം എന്നാണ്? ഇസ്രയേലുമായിട്ട് എല്ലാ ആയുധ വ്യാപാരങ്ങളും നിരോധിച്ച രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മൾ പഠിച്ചിട്ടുള്ള കറണ്ട് അഫേഴ്സിൽ നിന്ന്, നേരത്തെ നമ്മുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് സീരീസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കറണ്ട് അഫേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കോഡും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ് അത് നമ്മുടെ സൂപ്പർ നോട്ട്സിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ഇങ്ങ് എത്തിയിട്ടുണ്ട് അല്ലെ. എക്സാം എത്തിയ ഉടനെ തന്നെ നമ്മുടെ ടെസ്റ്റ് സീരീസും ഇങ്ങ് എത്തിയിട്ടുണ്ട്. അത് വെറും 49 രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. സെക്രട്ടേറിയറ്റ്
സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആണ്. ഉടനെ തന്നെ നമ്മുടെ സൂപ്പർ നോട്ട്സിലേക്ക് വിളിക്കാം. താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് ഒരു 49 രൂപയ്ക്ക് നമ്മുടെ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. സൂപ്പർ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തൊക്കെ കോഴ്സുകളാണ് നമ്മുടെ സൂപ്പർ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ കോഴ്സുകളിൽ നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് സീരീസ്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ആ കോഴ്സുകളിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ ഉള്ള കാര്യങ്ങളൊക്കെ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് മെന്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അവർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം മുന്നിൽ കാണുന്ന ഒരുപാട് അവസരങ്ങൾ നമുക്ക് വരാനുണ്ട്. കമ്പനി ബോർഡ്, LGS, അതുപോലെ തന്നെ VFA, അങ്ങനെ 10th ക്വാളിഫിക്കേഷനുള്ള എക്സാമും ഡിഗ്രി ലെവലിൽ നിൽക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പോലുള്ള എക്സാമുകളൊക്കെ, ഡിഗ്രി ലെവലിൽ നിൽക്കുന്ന എക്സാമുകളും ആയിട്ടൊക്കെ ഒരുപാട് നോട്ടിഫിക്കേഷൻ നമുക്ക് 2025 അവസാനത്തോടെ അല്ലെങ്കിൽ 2026 ആദ്യത്തോടെ വരാനുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ബാച്ച് ഒക്കെ നമ്മൾ സൂപ്പർ നോട്ട്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവസരം ഒരിക്കലും നമ്മളെ കാത്ത് നിൽക്കത്തില്ല. വരുന്ന അവസരങ്ങളെ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം, അവസരങ്ങളെ നമ്മൾ തേടി പിടിക്കണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. അപ്പൊ ഇതിന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സൂപ്പർ നോട്ട്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചേരാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഡെയിലി കറണ്ട് അഫയേഴ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.